ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശ്രുതി ഭയങ്കര സന്തോഷത്തിൽ ചന്ദ്രനോടൊക്കെ പറയുന്നുണ്ടല്ലോ, ചന്ദ്ര ആൻറ്റിയുടെ പേരിട്ടതുകൊണ്ടാണ് കടയ്ക്ക് ഇത്രയും ലാഭം എന്ന് പറഞ്ഞിട്ട്, ചന്ദ്ര ആൻറ്റിയാണ് ഞങ്ങളുടെ കടയുടെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കിട്ടിയ പൈസയിൽ നിന്നും കുറച്ചെടുത്തിട്ട് ചന്ദ്രക്ക് കൊടുത്തിട്ട് പറയുവാണ്, ഈ ക്യാഷ് ആൻറ്റി വെച്ചോ, ആൻറ്റി കാരണമാണ് ഞങ്ങളുടെ കടയ്ക്ക് ഇത്രയും ലാഭമൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അത് നീട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുവാണ് നമ്മുടെ ശ്രുതി. പക്ഷെ ചന്ദ്ര അത് മേടിക്കാതെ ഇങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുവാണ്. ശ്രുതി ഇങ്ങനെ ഇടയ്ക്ക് നോക്കി പേടിപ്പിക്കുന്നുണ്ട്. നല്ല ടെൻഷനും ഉണ്ട് ചന്ദ്രയുടെ മുഖത്ത്. ചന്ദ്രയുടെ പെരുമാറ്റം കാണുമ്പോഴേക്കും നമ്മുടെ സച്ചിക്കും രേവതിക്കും ഒക്കെ നല്ല സംശയമുണ്ട്. കാരണം ക്യാഷ് കൈ വരുമ്പോൾ ചന്ദ്രയുടെ മുഖം ഇങ്ങനെയല്ലല്ലോ, സന്തോഷം കൊണ്ട് കണ്ണ് തള്ളും. അതുമാത്രമല്ല, മകൻ ഇത്രയും സമ്പാദിച്ചുകൊണ്ടും വന്നിട്ടും ചന്ദ്രയുടെ മുഖത്തൊരു മാറ്റമില്ലാത്തത് സച്ചിയൊക്കെ അത്ഭുതപ്പെടുത്തുവാണ്. ഇപ്പോൾ ചന്ദ്ര അപ്പോൾ എന്താ മേടിക്കാത്ത ആൻറ്റി എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഇപ്പം മേടിക്കാൻ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി കൈയൊക്കെ വാഷ് ചെയ്ത് വരുവാണ്. അപ്പോൾ ശ്രുതി പറയും, വാനക്ക് പൂജാമുറിയുടെ മുമ്പിൽ പോയി ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. ഇന്ന് ആൻറ്റി ഇത് മേടിച്ചോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി നീട്ടുമ്പോഴും ചന്ദ്ര ഇങ്ങനെ ശ്രുതിയെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല അമ്മയുടെ ഈ പുഞ്ഞാര മോൻ ഇത്രയും സമ്പാദിച്ചുകൊണ്ടും വന്നിട്ടും അമ്മ എന്താ വെച്ചാൽ ആ പൈസ ഇങ്ങനെ മേടിക്കാതെ നിൽക്കുന്നതെന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഞാനും അത് ആലോചിക്കുന്നേ, ആൻറ്റിയുടെ മുഖത്ത് എന്താ ഒരു സന്തോഷം പോലും ഇല്ലല്ലോ, പക്ഷെ നല്ല ടെൻഷനുണ്ടെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയും, എനിക്ക് നല്ല സന്തോഷമുണ്ട്, സന്തോഷം കൊണ്ട് എനിക്ക് വാക്കുകൾ വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ നിൽക്കുന്നേ, മോൾ ആ ക്യാഷ് ഇങ്ങോട്ട് താന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കയ്യിൽ നിന്ന് ആ ക്യാഷ് മേടിക്കുവാണേ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ചന്ദ്രയുടെ മുഖത്ത് നല്ല ടെൻഷനുണ്ട്. സച്ചി അപ്പോഴും അവിടെ നിന്ന് ഓരോ കമൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്ര പറയും, രേവതി നിന്റെ ഭർത്താവിനോട് മര്യാദയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറയാന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, സച്ചിയേട്ടൻ അതൊന്ന് കഴിച്ചേ, കാലുവേദനയൊക്കെ എടുക്കുന്നു എന്നല്ലേ പറഞ്ഞത്, ഈ കറിയൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ച് എല്ലാ വേദനകളും മാറട്ടെ, മിണ്ടാതിരിക്കുന്നു പറയുമ്പോൾ സച്ചി പറയും, ഇല്ല രേവതി, ഇവിടെ എന്തോ ഒന്നും ശരിയല്ല, എനിക്ക് നല്ല സംശയമുണ്ട് ഇവരുടെ പെരുമാറ്റത്തിലെന്നൊക്കെ സച്ചി പറയുവാണ്. ചന്ദ്രക്ക് അത് കേൾക്കുമ്പോൾ ടെൻഷൻ ആവുന്നുണ്ട്. ചന്ദ്ര പറയും, ശ്രുതിമോളെ നീ പോയിരുന്ന് ഭക്ഷണം കഴിക്കും, ഞാൻ ഈ പൈസ എടുത്ത് വെച്ചിട്ട് പറ്റേന്ന് പറഞ്ഞിട്ട് ശ്രുതിയോട് പറയും, ശ്രുതി ഒന്ന് അങ്ങോട്ട് മുറിയിലോട്ട് വാടാന്ന് പയ്യെ പറഞ്ഞിട്ട് ശ്രുതിയെ വിളിച്ചിട്ട് മുറിയിൽ പോവാണ് ചന്ദ്ര. എന്നിട്ട് മുറിയിലെത്തിയിട്ട് സുധീനോട് ചോദിക്കുന്നുണ്ട്, എന്താടാ സുധി, ഇത് നീ സമ്പാദിച്ച കാശാണോ? അല്ലല്ലോ, പിന്നെ എന്തിനാടാ അവിടെ വന്നിട്ട് ഇത്രയും പൊങ്ങച്ചം പറയുന്നത്, ഇത്രയും സന്തോഷിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മേ ഞാൻ എന്ത് ചെയ്യാനാ, അതൊക്കെ ശ്രുതിയല്ലേ, ശ്രുതിക്ക് അറിയില്ലല്ലോ ഈ നടന്ന സംഭവങ്ങളൊന്നും, അവൾ ഭയങ്കര സന്തോഷത്തിലാമ്മേ, അതിൻ്റെ ഇതാണ് അവൾ അവിടെ വന്ന് പറയുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രക്ക് നല്ല ടെൻഷനായിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, ഈ വിവരങ്ങളെങ്ങാനും സച്ചി അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമുക്ക് ഈ വീട്ടിൽ തന്നെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ടെൻഷൻ അടിക്കുവാണേ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. രേവതി ചായയും രാവിലത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചന്ദ്ര വന്ന് ചോദിക്കുന്നുണ്ട്, രേവതി ചായ ഒന്നും ആയില്ലേന്ന് ചോദിക്കുവാണ്. അപ്പോൾ രേവതി പറയും, ആ ചായ ഇതാ ഇവിടെ ഉണ്ട് അമ്മയെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, നിനക്കെന്താ എല്ലാവരെയും വിളിച്ച് കൊടുത്താലേ ഞങ്ങൾ വന്ന് കുടിക്കണോ, കൊണ്ടുവന്ന് തന്നൂടെ, എല്ലാവരോടും പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സച്ചി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്ന പാത്രം എടുത്തിട്ട് തവിയും വെച്ച് കൊട്ടി കൊട്ടി ചായ റെഡി ചായ റെഡി എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വിളിക്കുവാണേ. അപ്പോഴേക്കും നമ്മുടെ വർഷയും ശ്രീകാന്തും ശ്രുതിയും ശ്രുതിയൊക്കെ വന്നിട്ട് പറയും, എന്താടാ രാവിലെ തന്നെ ഇങ്ങനെ പാത്രത്തിലിട്ട് കൊട്ടി മനുഷ്യനെ ശല്യപ്പെടുത്തുന്നത് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അത് പിന്നെ അമ്മയാ പറഞ്ഞ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരെയും വിളിക്കണമെന്ന്, ഇങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ മുറിയിൽ വന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല, ഇങ്ങനെ പാത്രം കൊട്ടി എല്ലാവരും അറിയിക്കുക അതിന് മുതൽ ചായ റെഡി ചായ റെഡി എന്ന്. അപ്പോൾ സുധിക്ക് ദേഷ്യം വന്നിട്ട് സുധി ഓരോന്നൊക്കെ പറയുന്നുണ്ട്, മനുഷ്യനിങ്ങനെ ശല്യപ്പെടുത്തലട, രാവിലെ തന്നെ മനുഷ്യൻ്റെ മൂഡ് കളയല്ലേ, എനിക്ക് ബിസിനസ്സൊക്കെ ചെയ്യാനുള്ളതാണ്, നീയായിട്ട് എനിക്ക് തലവേദന ഉണ്ടാക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്ക് രവീന്ദ്രൻ പറയും, വെറുതെ എരിയടാ സച്ചി, എടി ചന്ദ്രേ നിനക്കറിയാൻ പാടില്ല, ഇതൊരു വീടാണ്, വീടാവുമ്പോൾ ചായയൊക്കെ വേണമെങ്കിൽ വന്നെടുത്ത് കുടിക്കുകയൊക്കെ ചെയ്യാം, അല്ലാതെ ഇത് ഹോട്ടലൊന്നും അല്ല, വന്നിരുന്ന് കുടിക്കാൻ നോക്കുന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ ചീത്ത പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ്റെ ഫോണിലൊരു കോൾ വരുവാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ അച്ചമ്മയാണ്. അച്ചമ്മ വിളിച്ചിട്ട് ആദ്യം സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പറയും, എടാ രവി, ഈ വരുന്ന 30-ാം തീയതി എന്താ വിശേഷം എന്നറിയാലോ? അപ്പോൾ രവീന്ദ്രൻ പറയും, എനിക്കറിയാം അമ്മേ, അമ്മയുടെ 80-ാമത്തെ ബർത്ത്ഡേ അല്ലേ. ഓ, അച്ചമ്മക്ക് 80 വയസ്സായോ, കണ്ട ഒരു 40 വയസ്സേ പറയുള്ളൂ എന്ന് സച്ചി സുഖിപ്പിക്കുവാണ് അച്ചമ്മയെ. അപ്പോഴേക്കും ചന്ദ്ര പറയും, കണ്ടില്ലേടി മോളെ ശ്രുതി, സച്ചി പറയുന്നത് ഇവൻ വേണമെങ്കിൽ 20 വയസ്സാണെന്നും പറയും, എങ്ങനെയൊക്കെ സോപ്പിടുന്നു എന്ന് നോക്കിയേ. അപ്പോഴേക്കും വർഷം വന്ന് പറയുന്നുണ്ട്, അച്ഛാ 80 വയസ്സ് അത് നമുക്ക് ആഘോഷിക്കണ്ടേ, 80 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്, നമുക്കത് ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ വർഷം പറയുന്നുണ്ട്. അപ്പോൾ അച്ഛമ്മ പറയും, ആഘോഷമൊന്നും വേണ്ട, എനിക്ക് കുടുംബത്തോടെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നാൽ മതി, ഒന്നിച്ചെല്ലാവരെയും കണ്ടാൽ മതി എന്ന് അച്ഛമ്മ പറയുവാണേ. അപ്പോൾ രവീന്ദ്രൻ പറയും, അമ്മയുടെ ആഗ്രഹം അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. അപ്പോൾ തന്നെ അച്ഛമ്മ പറയുന്നുണ്ട്, ബർത്ത്ഡേക്ക് 2 ദിവസം മുമ്പേ എല്ലാവരും ഈ വീട്ടിലോട്ട് വരണം, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന് ആഘോഷിക്കാം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും, അമ്മ തന്നെ എല്ലാവരോടും പറ, അത് എല്ലാവരും ഇവിടെ ഉണ്ട്, എല്ലാവരുടെ അഭിപ്രായം കേൾക്കട്ടെ, എങ്ങനെയാ പോകാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും വർഷയും നമ്മുടെ സച്ചിയൊക്കെ പറയുന്നുണ്ട്, അതിനെന്താ പോകാലോ. അപ്പോൾ തന്നെ ചന്ദ്ര
പറയും ഇപ്പോഴല്ലേ ഈ കുറച്ച് നാൾ മുമ്പല്ലേ നമ്മൾ അച്ചമ്മയുടെ വീട്ടിലോട്ട് പോയിട്ടൊക്കെ വന്നത്, വീണ്ടും അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, എന്താ ചന്ദ്രേ നിനക്ക് ഞങ്ങളുടെ വീട്ടിൽ വരാനൊക്കെ ഇത്ര വലിയ ഗമയായോ, നീ എന്താ വരത്തില്ലെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും, അല്ല അമ്മേ നമ്മളെല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ അമ്മക്കതൊരു ബുദ്ധിമുട്ടാവില്ലെന്ന് ചോദിക്കുവാണ്. അപ്പോൾ തന്നെ അച്ചമ്മ പറയും, എനിക്കെന്ത് ബുദ്ധിമുട്ട്, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, നിങ്ങളെല്ലാവരെയും കൂടി ഒന്നിച്ച് കാണുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുവാണ്. അപ്പോൾ തന്നെ സച്ചി പറയും, അച്ചമ്മ അതൊന്നും പറയുന്നൊന്നും കേൾക്കണ്ട, ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടാവും. രേവതിയും പറയും, ഞങ്ങൾ ഉണ്ടാവും അച്ചമ്മയെന്ന് പറയുമ്പോൾ ശ്രുതി പറയും, എന്താടേ ഇത്, എൻ്റെ അഭിപ്രായം ചോദിക്കണ്ടേ, എൻ്റെ തീരുമാനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ, നിങ്ങൾ തന്നെ അങ്ങോട്ടൊരു തീരുമാനം എടുക്കുവാണോ എന്ന് ശ്രുതി ചോദിക്കുവാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ചമ്മ പറഞ്ഞു നമ്മളെല്ലാവരും അങ്ങോട്ട് പോയിരിക്കുന്നു പറയുമ്പോഴേക്കും അച്ചമ്മ ഫോണിൽ കൂടി പറയുന്നുണ്ട്, നിക്കട സച്ചി, എല്ലാവരുടെ അഭിപ്രായം കേൾക്കട്ടെ ആദ്യം, ഒരാളുടെ അഭിപ്രായം പോലും കേൾക്കാതിരിക്കരുതെന്ന് പറയുവാണ്. എന്നിട്ട് അച്ചമ്മ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി നിനക്ക് എന്നെ കാണാൻ ഈ നാട്ടിലോട്ടൊന്നും വരണമെന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, അയ്യോ അതൊന്നുമല്ല അച്ചമ്മേ, എൻ്റെ ബിസിനസ് ഇപ്പോൾ അറിയാലോ, പുതിയ ബിസിനസ് തുടങ്ങിയിട്ട് അധികം ഒന്നും ആയിട്ടില്ല, ഈ തുടക്കകാലത്ത് തന്നെ 2-3 ദിവസം ഷോപ്പൊക്കെ പൂട്ടിയിട്ട് മാറി നിന്ന് എനിക്ക് അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല അച്ചമ്മയെന്ന് പറയുവാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയും പറയുന്നുണ്ട്, പാർലറിലും എനിക്ക് കുറേ ക്ലയൻസൊക്കെ വരുന്നുണ്ട്, തിരക്കുള്ള സമയം അച്ചമ്മേ, എനിക്കും വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുവാണേ. അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, എടാ നിങ്ങൾക്കൊക്കെ എന്താ, അച്ചമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അച്ചമ്മയാണ് നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും മൂത്ത ആൾ, അവർക്ക് വേണ്ടി ഒരു 2 ദിവസം മാറ്റി വെക്കാൻ നിങ്ങളുടെ കയ്യിലില്ലേ എന്ന് സച്ചി ചൂടാവുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീകാന്ത് പറയും, നിക്ക് സച്ചി ഏട്ടാ, എനിക്കും ഹോട്ടലിൽ നല്ല തിരക്കുള്ള സമയമാണ്, എനിക്കും 2 ദിവസമൊക്കെ മാറി നിൽക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വർഷയും പറയും, എനിക്കും സ്റ്റുഡിയോയിൽ ഡബ്ബിങ് ഒരുപാട് ചെയ്യാനുണ്ട് അച്ചമ്മേ, എനിക്കും വരാൻ ബുദ്ധിമുട്ടാന്ന് പറയുമ്പോൾ സച്ചി പറയും, അതെന്താ നിനക്ക് പകരം വേറെ ആരും ഡബ്ബ് ചെയ്യാൻ അവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ തന്നെ വർഷക്ക് ദേഷ്യം വരുവേ, സച്ചേട്ടന് പകരം വേറെ ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ ശരിയാവോ, സച്ചേട്ടൻ തന്നെ കഴിക്കണ്ടേ, നമ്മുടെ ജോലി നമ്മൾ തന്നെ ചെയ്യണം, അല്ലാതെ വേറെ ആരെ അയപ്പിച്ചിട്ട് വരാനൊന്നും പറ്റത്തില്ല, ഡ്യൂട്ടി ഫസ്റ്റ് എന്ന് വർഷ സച്ചിയുടെ മുഖത്തടിച്ച് പറയുവാണേ. അപ്പോൾ രവീന്ദ്രനെ ഭയങ്കര സങ്കടമാവേ. രവീന്ദ്ര പറയുന്നുണ്ട്, അമ്മ ഒരാഗ്രഹം പറഞ്ഞിട്ട് തൻ്റെ ബർത്ത്ഡേ നല്ലോണം അമ്മയുടെ ആഗ്രഹത്തിൽ നടത്താമെന്ന് ഓർത്തപ്പോഴേക്കും ഓരോരുത്തർ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ അവർക്കൊക്കെ ഓരോ പണികളില്ലേ, അങ്ങനെ വെറുതെ ഇരിക്കുന്നവരൊന്നും അല്ലല്ലോ അവരൊന്നും പറയുവാണ്. അപ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട്, ഏതായാലും ആരും നാട്ടിലോട്ട് വരുന്നതായിട്ട് കാണുന്നില്ല, എല്ലാവർക്കും ഓരോ തിരക്കുകളല്ലേ, അപ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അച്ഛമ്മേ ഇങ്ങോട്ടേക്ക് വാ, വീട്ടിലോട്ട് വാ, നമുക്ക് ഇവിടെ ആഘോഷിക്കാമെന്ന് പറയുവാണേ. അപ്പോഴേക്കും സച്ചിയും പറയുന്നുണ്ട്, അത് നല്ല ഐഡിയ, അമ്മ ഇങ്ങോട്ടേക്ക് വാന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രക്ക് ദേഷ്യം വരും, ചന്ദ്രക്ക് അച്ചമ്മ വരണമെന്ന് ഇഷ്ടമല്ലല്ലോ. ചന്ദ്ര നമ്മുടെ ശ്രുതിയുടെ ചെവി പറയുന്നുണ്ട്, കണ്ടോ എനിക്കിട്ട് പണി കിട്ടാൻ അവൾക്ക് എന്തൊരു സന്തോഷമാണ്, അമ്മേനെ ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തുന്ന നോക്കിക്കുന്നൊക്കെ ചന്ദ്ര പറയുവാണ്. അപ്പോൾ ശ്രീകാന്ത് വർഷയും എല്ലാവരും പറയുന്നുണ്ട്, അച്ഛമ്മ ഇങ്ങോട്ട് വാ, നമുക്ക് ഇവിടെ ആഘോഷിക്കാം. രവീന്ദ്രനും പറയും, അമ്മ വാ, നമുക്ക് ഇവിടെ നിന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് ഒന്നിച്ചിരുന്ന് അടിപൊളിയായിട്ട് ആഘോഷിക്കാം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ തന്നെ അച്ഛമ്മ ചോദിക്കും, എല്ലാവരും വരാൻ പറയുന്നുണ്ട്, എന്താ ചന്ദ്രേ നിന്റെ സംസാരമൊന്നും കേൾക്കുന്നില്ലല്ലോ, നിനക്ക് ഞാൻ വരണമെന്ന് ആഗ്രഹമൊന്നുമില്ലേ, നിനക്കവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, എനിക്കും പണിയുണ്ട്, ഞാനും ഭരതനാട്യം ക്ലാസ്സൊക്കെ നടത്തുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ ചിരിക്കുവേ, അതിനെപ്പറ്റി ഞാനൊക്കെ അറിഞ്ഞു എന്നും പറഞ്ഞ്, വെറുതെ ക്ലാസ് മാത്രമല്ലേ ഉള്ളൂ, നീ പഠിപ്പിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പം തന്നെ ചന്ദ്ര പറയും, ഈ സച്ചിൻ രേവതിയും കൂടി എല്ലാം വന്ന് നശിപ്പിച്ചു, അമ്മ ഇങ്ങോട്ടേക്ക് വന്നോ, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചന്ദ്ര പറയുവാണേ. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, എന്നാൽ ശരി, എല്ലാവരും പറയുന്നതല്ലേ, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുമ്പോൾ സച്ചി പറയും, അച്ചമ്മേ ഇവിടെ എത്തുമ്പോൾ വിളിച്ചാൽ മതി, ഞാൻ വന്ന അച്ചമ്മേനെ പിക്ക് ചെയ്തോളാം എന്നൊക്കെ പറയുവാണേ. എന്നിട്ട് അച്ചമ്മ പറയും, രവീന്ദ്രനെ ഫോൺ കൊടുക്കുക, ഞാൻ അവനോട് സംസാരിക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ ഫോണും കൊണ്ടുപോയി അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണേ. അപ്പോഴേക്ക് ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുവാണ്, കുറച്ച് നാൾ മുമ്പാണ് ഈ സച്ചിയുടെ രേവതിയുടെ വിവാഹ വാർഷികം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത്, അന്ന് ഈ വീട്ടിലെ പണി മൊത്തം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു, ഇപ്പതേ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് വീണ്ടും ക്ഷണിച്ച് വരുത്തുന്നുണ്ട്, എല്ലാത്തിനും ആ രേവതി പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് ചന്ദ്ര ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുവാണേ. പിന്നെ കാണിക്കുന്നത് സച്ചി ഇങ്ങനെ ഭയങ്കര ആലോചനയിൽ നിൽക്കുവാണേ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ, എന്താ ഇത്ര ആലോചന എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, അല്ല രേവതി, അച്ചമ്മയുടെ 80ാമത്തെ ബർത്ത്ഡേ വരുമല്ലേ. അപ്പോഴേക്കും രേവതി പറയും, അതിനെന്താ, അച്ചമ്മ ഇങ്ങോട്ട് വരുമല്ലോ, നമുക്ക് എല്ലാവർക്കും കൂടി ആഘോഷിക്കാമല്ലോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇല്ല രേവതി, അച്ചമ്മയുടെ 60ാമത്തെ ബർത്ത്ഡേക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനന്ന് അധികം പ്രായമില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ കാശും ഇല്ലായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ 80ാമത്തെ പിറന്നാൾ വരുന്നു, അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, അതിനെന്താ സച്ചിയേട്ടാ, അല്ല അച്ചമ്മയാണ് എനിക്ക് ആദ്യമായിട്ട് എന്നെ കുറച്ചെങ്കിലും പഠിപ്പിക്കാൻ വെച്ചത്, വിട്ടത് അച്ചമ്മയാണ്, അതുമാത്രമല്ല ആദ്യമായിട്ട് എനിക്കൊരു കാർ മേടിക്കാൻ പൈസ തന്നതും കാർ മേടിച്ച് തന്നതും എല്ലാം അച്ചമ്മയാണ്, അപ്പോൾ അച്ചമ്മക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പോൾ രേവതി പറയും, ചെയ്യണം സച്ചിയേട്ടാ, എന്താ ചെയ്യണ്ടേന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും, എന്ത് ചെയ്യണം രേവതി, നീ പറ. അപ്പോൾ രേവതി പറയും, എനിക്കും സച്ചിയേട്ടൻ ചെയ്യണതിൽ സന്തോഷമേ ഉള്ളൂ, സച്ചിയേട്ടൻ പറ എന്ന് പറയുവാണ്. സച്ചി പറയും, എനിക്ക് എന്തെങ്കിലും സ്വർണം മേടിച്ചു കൊടുത്താലോ അച്ചമ്മയ്ക്ക്,
അച്ഛമ്മയ്ക്ക്. അപ്പോൾ രേവതി പറയും, ആ സ്വർണ്ണമാല മേടിച്ചു കൊടുക്കാം, പക്ഷേ അതിന് കാശ് ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ കടം മേടിക്കാൻ രേവതി, പക്ഷേ നിനക്കതിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുവാണേ. അപ്പോൾ രേവതി പറയും, എനിക്കെന്ത് കുഴപ്പം സച്ചിയേട്ടാ, ഈ വീട്ടിൽ വന്നു കയറിയ സമയത്ത് എനിക്കും സപ്പോർട്ടായത് നിന്നത്, എനിക്ക് ധൈര്യം തന്നത് എല്ലാം അച്ഛമ്മ മാത്രമാണ്. നീ നല്ല നിലയിലെത്തും, നീ നല്ല രീതിയിൽ ജീവിക്കും, നിൻ്റെ കഷ്ടപ്പാടൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞ് എൻ്റെ സങ്കടങ്ങളൊക്കെ മാറ്റി തന്നതും അച്ഛമ്മയാണ്. ആ അച്ഛമ്മക്ക് വേണ്ടി ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കടം മേടിച്ച് എന്തെങ്കിലും ചെയ്താലും അച്ഛമ്മയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്നാൽ ശരി രേവതി, ഞാൻ എളുപ്പം പോയി ഈ പൈസ അറേഞ്ച് ചെയ്യാനുള്ള പണി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി പോകുവാണേ. പിന്നെ കാണിക്കുന്നത് സച്ചി ഇങ്ങനെ പൈസക്കായിട്ട് ഒരുപാട് അറിയാവുന്നവരുടെ അടുത്തൊക്കെ അലയുന്നതാണ്. ഒരുപാട് പേരോട് പൈസ സച്ചി ചോദിച്ച് നടക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും പറയുന്നത്, അയ്യോ അത്രയും കാശൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഒരു 2 ലക്ഷം രൂപയാണ് സച്ചി എല്ലാവരോടും ചോദിക്കുന്നത്. അപ്പോൾ അറിയാവുന്നവരോടൊക്കെ ചോദിക്കുമ്പോഴൊക്കെ അവരൊക്കെ സച്ചിയെ നിരാശപ്പെടുത്തുവാണ്. ഞങ്ങളുടെ കയ്യിൽ അത്രയും രൂപ ഇല്ല സച്ചി, ഇപ്പോഴാണ് ഉണ്ടായിരുന്നത്, അത് ചിലവായി പോയി, ഞങ്ങൾക്ക് ആ അത്യാവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സച്ചിയെ ഓടിക്കുവാണ്. കാരണം സച്ചിക്ക് എവിടെ നിന്നും പൈസയൊന്നും കിട്ടുന്നില്ല, അത്രയോ ലക്ഷം രൂപ ആരും കൊടുക്കുന്നുമില്ല. അവസാനം സച്ചി വേറൊരു സുഹൃത്തിൻ്റെ അടുത്ത് പോകുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, അയ്യോ ഇത്രയും ലക്ഷം രൂപയൊന്നും എനിക്ക് വെറുതെ തരാൻ പറ്റത്തില്ല, ഒന്നെങ്കിൽ നിൻ്റെ വണ്ടിയുടെ RC ബുക്ക് എന്തെങ്കിലും വെക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വർണ്ണങ്ങൾ എന്തെങ്കിലും ഒരു ആധാരമായിട്ട് വെക്ക്, എന്നാലും എനിക്ക് ഇത്ര ലക്ഷം രൂപയൊക്കെ തരാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ സച്ചി പറയും, അല്ല സ്വർണം മേടിക്കാനാണ് ഞാൻ ഈ പൈസ ചോദിച്ചു വന്നത്, അപ്പോൾ സ്വർണം തന്നെ ഒരു ആധാരമായിട്ട് വെക്കാൻ പറയുന്നത് എങ്ങനെയാണ്? അപ്പോൾ അയാൾ പറയും, ഒന്നും വെക്കാതെ പൈസ ഞാൻ തരത്തില്ല സച്ചി, വേറെ വഴിയില്ല, എൻ്റെ കയ്യിൽ അത്രയും കാശ് വെറുതെ തരാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അയാളും പോകുവാണ്. സച്ചി എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നടക്കുവാണ്. കാരണം സച്ചിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണല്ലോ അച്ഛമ്മക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ സച്ചി ഭയങ്കര നിരാശയാവുകയാണ്. അവസാനം ഓടി ഓടി തളർന്ന് സച്ചി ലാസ്റ്റ് വീട്ടിൽ പോകുവാണ്. വീട്ടിൽ രേവതിയുടെ അടുത്ത് പോയിട്ട് തൻ്റെ സങ്കടമൊക്കെ പറയുവാണ്. സച്ചിയെ കാണുമ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ എനിക്കറിയാവുന്നൊരു സ്വർണ്ണക്കടയുണ്ട്, നമുക്ക് അവിടെ പോയി സ്വർണ്ണം എടുക്കാം, അയാൾ കുറച്ച് പൈസയൊക്കെ നമുക്ക് കുറച്ച് തരും എന്ന് പറയുമ്പോൾ സച്ചി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ രേവതി ചോദിക്കും, എന്താ സച്ചിയേട്ടാ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അല്ല രേവതി, അച്ഛമ്മക്ക് സ്വർണം മേടിച്ച് കൊടുക്കാമെന്ന് ഞാൻ ആലോചിച്ചത്, പക്ഷേ പൈസ ഒന്നും റെഡിയാവുമെന്ന് തോന്നുന്നില്ല, നമുക്ക് അച്ഛമ്മക്ക് എന്തെങ്കിലും സാരി മേടിച്ച് കൊടുക്കാമെന്ന് പറയുമ്പോൾ രേവതി ചോദിക്കും, അതെന്താ സച്ചിയേട്ടാ എന്ത് പറ്റി? അറിയാവുന്ന 4-5 സ്ഥലത്ത് പോയി രേവതി, ആരും എനിക്ക് കാശൊന്നും തരുന്നില്ല, കാറ് ആധാരം വെച്ചിട്ട് തരാം എന്നൊക്കെ പറയുന്നു. അപ്പോൾ രേവതി പറയുന്നുണ്ട്, കാർ എങ്ങനെ, അതിൻ്റെ ഡ്യൂ പോലും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലല്ലോ, കാർ എങ്ങനെ വെക്കും? അത് തന്നെയാണ് രേവതി, ഞാൻ പലിശ എത്രയാണെങ്കിലും തന്നോളാം, പക്ഷേ പലിശ എത്രയാണെങ്കിലും അടക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഒരാൾ പോലും പൈസ തരുന്നില്ല രേവതി, ഇത്രയും രൂപ നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഒരാൾ പോലും ഇല്ല രേവതി എന്ന് പറഞ്ഞ് സച്ചി വിഷമിക്കുവാണേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എനിക്കറിയാവുന്ന ഒരു പലിശക്കാരൻ ഉണ്ടായിരുന്നു, പക്ഷേ അയാളുടെ നിന്ന് ഞാൻ പലിശക്ക് കാശ് മേടിച്ചത് ഇപ്പോഴും തിരിച്ചടച്ച് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മേടിക്കായിരുന്നു എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇല്ല രേവതി, എനിക്കായിട്ട് ഇത്രയും ചെയ്തു തന്ന അച്ഛമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ, അതോർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം എന്ന് പറയുമ്പോൾ രേവതി പറയും, സച്ചിയേട്ടൻ ഇങ്ങനെ വിഷമിക്കാതെ നമുക്ക് സ്വർണ്ണമൊക്കെ മേടിക്കാം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, സ്വർണം മേടിക്കാനോ, ആരും പൈസ തരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ്? അപ്പോൾ രേവതി പറയുന്നുണ്ട്, എൻ്റെ സ്വർണ്ണം എന്തെങ്കിലും നമുക്ക് വെക്കാം സച്ചിയേട്ടാ, എന്നിട്ട് നമുക്ക് മേടിക്കാം എന്ന് പറയുവാണേ. അപ്പോൾ സച്ചി പറയും, അത് നീ ശപഥം എടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്തിരിക്കുവല്ലേ, അതെങ്ങനെ മേടിക്കും? അതിനെന്താ, നമുക്ക് ആ സ്വർണം മേടിക്കാം, എന്നിട്ട് ആ സ്വർണം വിറ്റിട്ട് നമുക്ക് അച്ഛമ്മയ്ക്ക് എന്താണെന്ന് വെച്ചാൽ മേടിച്ചു കൊടുക്കാമെന്ന് പറയുവാണ്. അപ്പോൾ നിൻ്റെ ശപഥം എന്താ, ഞാൻ ഇടൂലെന്നല്ലേ പറഞ്ഞത്, നമ്മുടെ അച്ഛമ്മക്കായിട്ട് മേടിക്കുമല്ലോ, അതിനെന്താ കുഴപ്പം, ഇടൂലെന്നാ അമ്മേനോട് പറഞ്ഞേക്കുന്നത്, നമുക്ക് ചോദിക്കാൻ സച്ചിയേട്ടാ സ്വർണം എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, അല്ല അച്ഛമ്മ നിനക്കായിട്ട് തന്ന സ്വർണം അച്ഛമ്മക്ക് തന്നെ തിരിച്ചിടുന്നത് ശരിയാണോ? അപ്പോൾ തന്നെ രേവതി പറയുന്നുണ്ട്, അല്ല സച്ചിയേട്ടാ അച്ഛമ്മ എനിക്കായിട്ട് തന്ന സ്വർണം ഞാൻ സച്ചിയേട്ടന് വേണ്ടി തരുന്നു, അതിലെന്താ ഇത്ര കുഴപ്പം? അതിലൊരു കുഴപ്പവും ഇല്ല സച്ചിയേട്ടാ, നമുക്ക് അച്ഛമ്മക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തേ സാധിക്കൂ, അത് നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് പറയുവാണേ. അപ്പോൾ സച്ചി പറയും, അല്ല ആ സ്വർണ്ണം ഇപ്പോൾ അമ്മയടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ വാലിരിക്കുന്നതൊക്കെ നമ്മളെ നാറ്റിക്കും, അമ്മ ഓരോന്നും പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തും, ശബദം എവിടെ പോയി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കളിയാക്കും, എങ്ങനെ പോയി ചോദിക്കും എന്ന് പറയുവാണേ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അതിനെന്താ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ നമുക്ക് ആ സ്വർണം ഇപ്പോൾ വെച്ചിട്ട് പിന്നീട് ഒരു സമയത്ത് പൈസ ഉണ്ടാകുമ്പോൾ ആ പൈസ നമുക്ക് അമ്മയെ തന്നെ ഏൽപ്പിച്ചാൽ പോരെ, ആ പ്രശ്നം തീരത്തില്ല സച്ചിയേട്ടാ. അല്ല എന്നാലും എങ്ങനെ പോയി ചോദിക്കും, നമ്മ ചോദിച്ചാൽ തരത്തില്ലല്ലോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, നമുക്ക് അച്ഛനെ കൊണ്ട് ചോദിപ്പിക്കാം, അച്ഛൻ എങ്ങനെയെങ്കിലും എൻ്റെ സ്വർണം അമ്മയുടെ കയ്യിൽ നിന്ന് എടുപ്പിച്ച് തരും എന്ന് പറയുവാണ് രേവതി. സത്യം പറഞ്ഞാൽ ആ സ്വർണ്ണം അവിടെ ഇല്ലല്ലോ, ഇനിയായിരിക്കും ചന്ദ്രക്ക് ടെൻഷൻ കൂടാൻ പോകുന്നത്. അപ്പോൾ സച്ചി പറയും, അച്ഛനോട് ചോദിക്കാം, അച്ഛൻ എന്തായാലും അമ്മയുടെ കയ്യിൽ നിന്ന് സ്വർണ്ണം മേടിച്ച് തരും, വാ രേവതി നമുക്ക് പോയി ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ ഹോളിൽ നിൽക്കുമായിരിക്കുമേ. രവീന്ദ്രനെ കണ്ടിട്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ പരിങ്ങി നിൽക്കുവാണ്, സച്ചിയും രേവതിയും. നീ ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുമ്പോൾ രവീന്ദ്രൻ ചോദിക്കും, എന്താണ് രണ്ടുപേരും കളിക്കുന്നത്, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ? അപ്പോഴേക്കും സച്ചി നിവർത്തിയില്ലാതെ പറയുന്നുണ്ട്, അച്ഛാ രേവതിയുടെ സ്വർണം അമ്മയുടെ കയ്യിലില്ലേ, ആ സ്വർണം കൊണ്ട് നമുക്കിപ്പോൾ ഒരു ആവശ്യമുണ്ടെന്ന് പറയുവാണ്. ഇത് നമ്മുടെ ശ്രുതി കേൾക്കും.
ശ്രുതി കേട്ട് ഇങ്ങനെ നെട്ടി നിൽക്കുവാണ്. കാരണം സ്വർണ്ണം അവിടെ ഇല്ലല്ലോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.